നമുക്കിന്നങ്ങനെ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മെയിൽ ഐ ഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, നമുക്കൊക്കെ വീടിന് ഓരോ അഡ്രസ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഹൗസ് അഡ്രസ്സ്. അത് കണക്ക് തന്നെ നമുക്ക് ഓൺലൈനിൽ നമുക്കൊരു അഡ്രസ്സ്, നമുക്കൊരു കത്ത് അയക്കാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അയക്കാനോ ഒക്കെ ഒരു അഡ്രസ്സ്. അതെങ്ങനെ തുടങ്ങാൻ നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ നമ്മൾ ജിമെയിലാണ് ഇമെയിലുകൾ ഉപയോഗിക്കാറ്. യാഹു മെയിലും റെഡിഫ് അങ്ങനെ കുറേ മെയിൽ ഐ ഡികളുണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ജിമെയിലാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്തിട്ട് അതിന് ആദ്യം ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് അവിടെ ജിമെയിൽ എന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്നുണ്ടോ ജിമെയിൽ എന്ന പോർഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ പോർഷൻ, ഇപ്പോൾ എൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇനിഷ്യലോ അല്ലെങ്കിൽ ലാസ്റ്റ് നെയിമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ദെൻ യൂസർ നെയിം മീൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു ഇമെയിൽ ഐ ഡി പറയുമ്പം ഇന്നത് @gmail, ഇപ്പം ബിലഹരി ശിവദാസ്@gmail.com അല്ലെങ്കിൽ bilahari_s@gmail.com എന്നൊന്നും പല ഐഡികൾ നമ്മൾ കാണാറുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഐ ഡി പറയാം. നമുക്കൊരു കൊടുത്തു നോക്കാം. ഇപ്പം ബിലഹരി എസ് എന്ന് കൊടുത്ത് താഴേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാസ്വേഡ് ചോദിക്കും. ഒരിക്കലും ഈ ഇമെയിൽ ഐ ഡി നമുക്ക് കിട്ടത്തില്ല, കാരണം ഓൾറെഡി ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. പാസ്വേഡ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പാസ്വേഡ് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത്, നിങ്ങൾ വളരെ സീക്രട്ടായിട്ട് എന്തെങ്കിലും കൊടുക്കുക. ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. എന്താ കൊടുക്കുന്നത്? ഒരിക്കലും നിങ്ങളുടെ പേരോ അങ്ങനെ ഒന്നും കൊടുക്കരുത്. നമുക്കിവിടെ ASDCVB എന്ന് കൊടുക്കാം. ഇപ്പോൾ എപ്പോഴും ആൽഫയും നമ്പറും എല്ലാം കൂടി മിക്സ് ചെയ്ത് വേണം കൊടുക്കാൻ. ഓക്കെ, ഈ കൊടുക്കുന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ASDCVB കൊടുത്തു, @76 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ പാസ്വേഡ് ഓർത്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം ഓർമ്മയില്ലെങ്കിൽ. ASDCVB @76. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഉണ്ടോ ഇവിടെ കാണിച്ചിരിക്കും ദിസ് യൂസർ ഈസ് ടേക്കൺ എന്ന് വെച്ചാൽ ഈ യൂസർ നെയിം ഓൾറെഡി ആരോ ഉപയോഗത്തിലുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ താഴെ അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് സജഷൻസ് കാണിക്കും. ഇല്ലെങ്കിൽ നമുക്കിവിടെ മാറ്റാം. നമുക്ക് ബിലഹരിയസ് ഇപ്പോൾ 2020 അല്ലേ, 2020 എന്ന് കൊടുക്കാം. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ബിലഹരിയസ് 2020 ഓക്കെ ആയതുകൊണ്ടാണ് പോയത്. ഓൾറെഡി ഇല്ലാത്തൊരു മെയിൽ ഐ ഡി വേണം കൊടുക്കാൻ. ഒരു മെയിൽ ഐ ഡി യൂണിക് ആയിരിക്കും, അത് വേറെ ആർക്കും ഉണ്ടാകില്ല. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കണം. നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ കൊടുത്തിട്ട് റിക്കവറി ഇമെയിൽ ഐ ഡി, അത് നിങ്ങളുടെ എപ്പോഴെങ്കിലും മെയിൽ ഐ ഡി മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിക്കവർ ചെയ്യാൻ വേണ്ടുന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മറ്റൊരു ഐ ഡി. ഇപ്പോൾ എൻ്റെ മറ്റൊരു ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. എൻ്റെ മറ്റൊരു ഇവിടെ കൊടുത്തു. ഇനി അടുത്ത് ഡേറ്റ്, ഇവിടെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കണം. ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ജെൻഡർ, ഇപ്പോൾ മെയിലാണോ ഫീമെയിലാണോ, ഇപ്പോൾ നമുക്ക് പറയണമെങ്കിൽ പറയാതിരിക്കുക, അല്ലെങ്കിൽ കസ്റ്റം ചെയ്യാം, എന്ത് വേണമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ജെൻഡർ ഏതെന്ന് വെച്ചാൽ ആ ജെൻഡർ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ നമ്പറിലേക്ക് നിങ്ങൾ കൊടുത്തല്ലോ, നിങ്ങളുടെ മെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാൻ വേണ്ടി ഈ നമ്പറിലേക്ക് ഒരു കോഡ് അയക്കും, 6 ഡിജിറ്റ്. അപ്പം സെൻഡ് കൊടുക്കുക. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് SMS പിക്ക് ചെയ്തോളും. ഇല്ലെങ്കിൽ നമ്മൾ പോയി നോക്കി ടൈപ്പ് കൊടുക്കണം. വന്നു, നമ്മൾ കോപ്പി ചെയ്തു. ആ വരുന്ന SMS-നകത്ത് വരുന്ന കോഡിനെ ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. വെരിഫൈ കൊടുക്കുക.
ഓക്കെ, ഇതൊന്നും വേണ്ട. ഇതൊക്കെ നമുക്ക് ഇവിടെ സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ തൽക്കാലം. സ്കിപ്പ് ചെയ്തെല്ലാം കൊടുത്തു. കുറേ കണ്ടീഷൻസ് പറയും കേട്ടോ. കണ്ടീഷൻസൊക്കെ വായിച്ച് നോക്കുക, ഐ അഗ്രി കൊടുക്കുക. കുറച്ച് നേരം ലോഡിങ് കാണിക്കും. എന്നിട്ട് അടുത്ത പേജിലേക്ക് പൊക്കോളും. പാസ്വേഡ് സേവ് ചെയ്യണമെന്ന് ചോദിക്കും. നമ്മൾ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും പാസ്വേഡ് ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കരുത്. നമ്പർ കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ മൊബൈലിലാകുമ്പം ഓപ്പൺ ദിസ് ജിമെയിൽ ആപ്പിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. യൂസ് ദ വെബ് വെർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെബിൽ ഓണായി വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം, ഇത് നമുക്കൊന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നിങ്ങളിങ്ങനെ വരുന്ന സ്ഥലത്ത് ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫോൺ നമ്പർ നിങ്ങൾക്ക് എന്ത് വേണം കൊടുക്കാം. നമുക്കൊന്നെങ്കിൽ ഇവിടെ കൊടുത്ത് ഇമെയിൽ ഐ ഡി കൊടുക്കാം, ഇല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാം. അപ്പോൾ ഞാൻ കൊടുത്ത ഇമെയിൽ എന്തായിരുന്നു, bilahari s2020 അല്ലേ, 2020. ഓക്കെ, @gmail.com ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. പാസ്വേഡ് എന്താ നമ്മൾ കൊടുത്താൽ അവിടെ stcvb@76. ഈ കണ്ണിൻ്റെ ആ ഒരു സിമ്പിൾ കൊടുത്ത് ഞങ്ങൾ അടിച്ച പാസ്വേഡ് കറക്റ്റ് കാണാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഈ പാസ്വേഡ് ആരും അടിച്ച് നോക്കണ്ട. ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പാസ്വേഡ് മാറ്റും. അപ്പോൾ ആരും ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, വെൽക്കം മെസ്സേജൊക്കെ വരും. ഓക്കെ കൊടുക്കുക. നിങ്ങൾക്ക് വരുന്ന മെയിലുകളെല്ലാം ഇൻബോക്സിലുണ്ടാകും. ഇനി മെയിൽ നിങ്ങൾക്ക് അയക്കണമെങ്കിൽ ഇവിടെ ഒരു മെയിൽ നമുക്ക് കംപ്രസ് ചെയ്തിട്ട് അയക്കാം. ഇങ്ങനെ മെയിൽ അയക്കുന്ന നോക്കി, ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന മെനുവിൽ ടു ആർക്കാണോ അയക്കേണ്ടത്. ഇപ്പം എൻ്റെ വേറെ ഐ ഡിയിലേക്ക് അയക്കാം. bilahari sdpl@gmail.com കൊടുത്തു. നിങ്ങൾ ആ സബ്ജക്റ്റ് ഇപ്പോൾ ബയോഡേറ്റയൊക്കെ അയക്കുന്നെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ അവിടെ ബയോഡേറ്റ എന്നിട്ട് നിങ്ങളുടെ പേരും കൂടെ വെക്കുക. അപ്പം മെയിൽ നോക്കുമ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതൊരു ബയോഡേറ്റയാണ്, ഇന്ന ആൾ അയച്ചതാണ്. ഓക്കെ, ഓക്കെ. നമ്മൾ താഴെ കണ്ടൻറ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഈ കണ്ടൻ്റ് അല്ല ഒരു ഫയൽ അയക്കുന്നുണ്ടെങ്കിൽ താഴെ ഉണ്ടോ എന്നുണ്ട് തൊട്ടപ്പുറത്ത് അറ്റാച്ച്മെൻറ്റ്, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് അയക്കാം. നമുക്കിപ്പോൾ ഈ ഒരു ഫയൽ അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്തു. അവിടെ അറ്റാച്ച്മെൻറ്റ് നടക്കുന്നുണ്ട്. ബ്ലൂ കളർ കംപ്ലീറ്റ് ആകുമ്പം ഒരു ഇൻഡോ സിമ്പിൾ വരുമ്പം കംപ്ലീറ്റ് ആയെന്നാണ്. ഇനി സെൻഡ് കൊടുത്താൽ മതി. സെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഉണ്ടോ മെസ്സേജ് സെൻഡ് എന്ന് കാണിക്കും. ഓക്കെ, ഇങ്ങനെയാണ് മൊബൈലിൽ ചെയ്യുന്നത്. കാരണം ഞാൻ സിസ്റ്റത്തിൽ പറഞ്ഞു തരാത്ത കാരണം നമ്മളിപ്പം എല്ലാവരും മൊബൈലിൽ ഉപയോഗിക്കുന്നത്. അപ്പം പെട്ടെന്നൊരു ഐഡിയ എങ്ങനെ ഉണ്ടാക്കാമെന്ന് മൊബൈലിൽ കാണിച്ചു തന്നാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ഡൗട്ട് ചോദിക്കുക. താങ്ക് യു.